ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിന്നു. ഇന്ന് നമ്മളൊരു ഫിഷ് പൊള്ളിച്ച റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ 2 ഫിഷ് എടുത്തേക്കുന്നത്. വെള്ളാവോലിയാണ്. അതിലോട്ട് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് മസാല. എന്നിട്ട് ആ മസാലയെ നമ്മുടെ ഈ ഫിഷിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മളൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. എന്നാലാണ് ഈ മസാലയൊക്കെ ഫിഷിലോട്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാം. ഫിഷൊക്കെ ഇപ്പോൾ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് ആയി കേട്ടോ. ഇനിയിപ്പം ഞാനിതാ ഫ്രൈ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫിഷ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നല്ല മൊരിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടെ നമ്മുടെ ഫിഷെല്ലാം ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് ഇതിലോട്ട് വേണ്ട മസാലകൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ 3 വലിയ സവാളയും 3 ചെറിയ പഴുത്ത തക്കാളിയും ഒരു 4 പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് എടുത്തേക്കുന്നത്. ഇതാ ആ ഒരു ഫ്രൈ പാനിൽ തന്നെയാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടി അതിലോട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ഞാൻ ചതച്ചെടുത്തതാണ്. ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെയാണത് ചതച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്കിതിലോട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് വേണ്ട എല്ലാ സ്പൈസസും ആഡ് ചെയ്തെടുക്കാം. ഞാനിതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഒരു നല്ല എന്താ പറയേണ്ടത് പേസ്റ്റ് രൂപത്തിലാവണം ഈ മസാല. അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത്. കാരണം നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചു കൊടുത്താൽ ഇതിന്ന് വെള്ളം മൂറി വരും. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിലോട്ട് ലെമൺ ജ്യൂസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് വരും ഈ ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നേരം. അങ്ങനെ ഇതെല്ലാം ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അതിലോട്ട് ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുകയാണേ. മസാലയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിനു വേണ്ടി ഞാനിവിടെ 2 വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ എന്താ പറയേണ്ടത് ഈ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാർട്ട്. എനിക്കിത് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ വാഴയില ഞാനിവിടെ വെജിറ്റബിൾ കട്ടറിൻ്റെ മേലെയാണ് വെച്ചേക്കുന്നത്. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യം കുറേ വേണ്ട കേട്ടോ, അത്യാവശ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മേലോട്ടായി നമുക്ക് കുറച്ചും കൂടെ മസാലയും പിന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ വെച്ചതിന് ശേഷം നന്നായി ഒന്ന് പൊതിഞ്ഞ് കെട്ടി കൊടുക്കണം. വാഴൻ്റെ നാര് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കെട്ടുന്നത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കെട്ടി വെച്ച ഫിഷിനെ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 2 സൈഡും നന്നായി നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ കെട്ടി വെച്ച നാര് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഗൈസ്, അങ്ങനെ നമ്മുടെ പുക പാറുന്ന വാഴയിലയിൽ പൊള്ളിച്ച നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എന്താ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നേ. ഒന്നും പറയാൻ പറ്റാത്ത സ്മെല്ലായിരുന്നു. സൂപ്പർ ടേസ്റ്റും ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ അപ്പോൾ തന്നെ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. പൊള്ളിയിട്ടുണ്ടായിരുന്നു, എന്നാലും വേണ്ടില്ല, ആ ഒരു മണം കൊണ്ട് തന്നെ ഞാനെടുത്ത് കഴിച്ചു പോയി. ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.